കോഴിയാണോ കോഴി മുട്ടയാണോ ആദ്യം ഉണ്ടായത്? പലരെയും ഉത്തരം മുട്ടിക്കാനും തമാശയ്ക്കുമൊക്കെ നമ്മൾ പലപ്പോഴായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പക്ഷേ ഇതിന് ശാസ്ത്രത്തിൻ്റെ പക്കൽ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരമുണ്ട്, അല്ലെങ്കിൽ പരിണാമത്തിൻ്റെ പക്കൽ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരമുണ്ട്. ആ ഉത്തരം കോഴി മുട്ടയാണ് ആദ്യം ഉണ്ടായതെന്നാണ്. പരിണാമം അനുസരിച്ച് നമ്മുടെ പൂർവികരുടെ കാലഘട്ടത്തിലേക്ക് വളരെയധികം പിന്നിലേക്ക് പോകും തോറും നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള സ്പീഷീസുകളായിട്ട് മാറും. അങ്ങനെ വളരെയധികം പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഉണ്ടായിട്ടുള്ള ഏക കോശത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. ഇനി നമുക്ക് കോഴിയിലേക്ക് വരാം. കോഴിയുടെ വളരെയധികം പിന്നിലുള്ള പൂർവികരിലേക്ക് പോകുമ്പോൾ ഒരു ഘട്ടം കഴിയുമ്പോൾ അത് കോഴിയായിരിക്കില്ല, അത് കോഴിക്ക് തൊട്ട് മുമ്പ് ഉണ്ടായിരുന്ന മറ്റൊരു സ്പീഷീസ് ആയിരുന്നു. അതിൽ നിന്നാണ് കോഴി ഉണ്ടായി വന്നത്. ആദ്യമുണ്ടായിരുന്ന കോഴിക്ക് തൊട്ട് മുമ്പുണ്ടായിരുന്ന കോഴിയെ പോലെയുള്ള മറ്റൊരു കിളി, അല്ലെങ്കിൽ മറ്റൊരു പക്ഷി, അല്ലെങ്കിൽ കോഴിയെപ്പോലുള്ള ഒരു ജീവജാലം. ആ ജീവജാലം അവസാനമായിട്ടിട്ട ആ ഒരു പെർട്ടിക്കുലർ ജീവജാലം അവസാനമായിട്ടുള്ള കോഴിമുട്ട, അത് ആദ്യഘട്ടത്തിൽ കോഴിമുട്ട ആയിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ആ മുട്ട അവിടെ ഇട്ടതിന് ശേഷം പിന്നീട് ആ മുട്ടയിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ കാരണം, കെമിക്കലായിട്ടുള്ള ചെറിയ നേർത്ത വ്യതിയാനങ്ങൾ കാരണം ആ മുട്ട വിരിഞ്ഞുണ്ടായത് തൊട്ട് മുമ്പുണ്ടായിരുന്ന സ്പീഷീസ് ആയിരുന്നില്ല, പുതിയൊരു സ്പീഷീസാണ്. ആ പുതിയ സ്പീഷീസിൻ്റെ പേരാണ് കോഴി അല്ലെങ്കിൽ ഹെൻ. ഞാൻ ഈ പറഞ്ഞത് കേൾക്കുമ്പോൾ നിങ്ങൾ കരുതുക, ഒരു സുപ്രഭാതത്തിൽ ഒരു സ്പീഷീസ് പെട്ടെന്ന് ഒരു ചെറിയ മാറ്റം കാരണം മറ്റൊരു സ്പീഷീസായി മാറിയെന്നായിരിക്കും. എന്നാൽ അങ്ങനെയല്ല. പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ അത്തരത്തിലുള്ള ഒരു നരേഷൻ പറഞ്ഞത്. യഥാർത്ഥത്തിൽ ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് മാത്രമാണ് ഒരു സ്പീഷീസ് മറ്റൊരു സ്പീഷീസായിട്ട് പരിണമിക്കുന്നത്. അത് പെട്ടെന്നുണ്ടാകുന്നൊരു മാറ്റമല്ല, കാലക്രമേണ പതിയെ പതിയെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളാണ്. സബ്സ്ക്രൈബ് ദിസ് ചാനൽ ഫോർ മോർ വീഡിയോസ്.